ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. പുറത്തൂർ പടിഞ്ഞാറക്കരയിൽ ദമ്പതികളെ കാണാനില്ലെന്ന് പരാതി. അണ്ടിപ്പാട്ടിൽ ഹുസൈനെയും ഭാര്യ ഫൗസിയെയുമാണ് ബുധനാഴ്ച രാത്രിയോടെ കാണാതായത്. മത്സ്യത്തൊഴിലാളിയായ ഹുസൈൻ രാത്രിയിൽ വലയിൽ മത്സ്യം കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഫൗസിയെ വീട്ടിൽ നിന്നും വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത്. പിന്നീട് ഇരുവരെയും കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. ബന്ധുക്കളുടെ പരാതിയിൽ തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രിയോടെയാണ് മത്സ്യത്തൊഴിലാളിയായ അണ്ടിപ്പാട്ട് ഹുസൈനെയും ഭാര്യ ഫൗസിയെയും കാണാതായത്. രാത്രിയിൽ വലയിൽ മത്സ്യം കുടുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഫൗസിയെ കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. പിന്നീട് ഇരുവരെയും കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി ഒരു 7:30 മണിക്കാണ് നമുക്ക് വിവരം കിട്ടുന്നത്. അണ്ടിപ്പാട്ടിൽ ഹുസൈൻ അവരുടെ ഭാര്യ ഫൗസിയ എന്ന് വരുന്നവരെ ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് 2 മക്കളാണ് നമ്മളടുത്ത് വിവരം പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ഭാര്യയും ഭർത്താവും കൂടിയിട്ട് വീട്ടിൽ നിന്ന് ചെറിയൊരു സംഘടന ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇവൻ പോയി മദ്യപിച്ച് വന്നു. ഇവർ 2 പേരും കൂടി വീണ്ടും പിടിയും വലിയും വീട്ടിലുണ്ടായിരുന്ന 2 ഫോണൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു. അങ്ങനെ ആളുകളൊക്കെ അയൽവാസിക്കാരൊക്കെ ഇടപെട്ടിട്ട് ഇവിടുന്ന് അത് ഒഴിവാക്കിയതാണ്. പിന്നീട് രാത്രി ഒരു 12 മണിക്ക് ഇവന് കടലിൽ വല നീട്ടുന്നൊരു പരിപാടിയുണ്ട്. അതിലേക്ക് മീൻ കുടുങ്ങിയിട്ടുണ്ട്, അത് അയച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഭാര്യനെ വന്നിട്ട് രാത്രി 12 മണിക്ക് വിളിച്ചതാണ്. അപ്പോൾ മകൾ പറഞ്ഞിട്ടുണ്ട് പോണ്ട എന്ന്. നേരം പുലർന്നപ്പോൾ കുട്ടികൾ ഒരുത്തൻ ഉള്ള ചെക്കൻ ഐസ് ഫാക്ടറിയിൽ പണിക്ക് പോകണ ആളാണ്. അവൻ പണിക്ക് പോയി. ഉമ്മ പണിക്ക് പോയിട്ടുണ്ടാവുമെന്ന് മകൾ കരുതി. വാപ്പ കടലിൽ പോകണ ആളല്ലേ, വാപ്പ പോയിട്ടുണ്ടാവുമെന്ന് കരുതി. വൈകുന്നേരം ഇവർ രണ്ടാളും സ്കൂളിലൊക്കെ പോയി വന്ന് മറ്റും പണിസ്ഥലത്ത് നിന്ന് വന്ന് ഇവൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഉമ്മ ഇപ്പോൾ എത്തിയിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഒരു 6 മണിക്ക് ഇവിടെ ഇരുന്ന് കരഞ്ഞ അയൽവാസിക്കാരൊക്കെ അപ്പയാണ് അറിയുന്നത്. നാട്ടുകാരും മറ്റും ഏറെ തെരച്ചിൽ നടത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഓളിയിരുന്ന് നിലവിളിക്കുന്നു. എന്തേ നിലവിളിക്കുന്നു? പിന്നെ അടിച്ചിട്ട് തമർത്തിട്ട് ഉപ്പായൊക്കെ അത് കയറിയിരിക്കുന്നു, മൊബൈലൊക്കെ അടിച്ചു പൊട്ടിച്ചിരിക്കുന്നു, ഉള്ളിൽ എന്താണ് കാട്ടി വെച്ചിരിക്കുന്നത്. ഞാൻ എന്തിനാണ് ജീവിക്കുന്നു? മക്കളെ വിളിച്ചിട്ട് വരണില്ല, സിലുവടുത്തേൻ്റെ ആങ്ങളോടേക്ക് പോകാമെന്നാണ് ഓള് പറഞ്ഞിട്ട് ഒന്ന് ഓനോടെയെന്ന് ചോദിച്ച് ഓനതാ പോയിക്കുന്നു. ഒരു 10 പൈസ ഇവിടെ തന്നില്ല. ഞാൻ അധ്വാനിച്ചിട്ട് എൻ്റെ മക്കളെ ഞാൻ പുലർത്തണം നോക്കണം. ഇയാൾ ഇങ്ങനെ തോര ഇങ്ങനെ അടിക്കുമ്പോൾ ഞാൻ എന്താ കാട്ടുക? എന്താണെന്ന് ചെയ്യും. ഞാൻ വന്നിട്ടാണ് ഇവിടെ അടി കൂടുമ്പോൾ വന്നിട്ട് സമാധാനമാക്കിയിട്ട് ഞാൻ തിരിച്ചു പോക്കാണ്. തിരൂർ SHO അനിൽ ടി മേപ്പള്ളിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി വീടും പരിസരവും പരിശോധിച്ചു വരികയാണ്. ഹുസൈന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്.